ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചെന്ന മസാലയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് കേരള സ്റ്റൈലിൽ ചെയ്യണതായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊതുവേ ഞാൻ എപ്പോഴും ചെന്ന മസാല ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചെയ്യാറ്. പക്ഷേ ഇത് നമ്മുടെ സാധാ വെളിച്ചെണ്ണ വെച്ച് ചെയ്യണതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം ചാറ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ കടല നന്നായി വേവണം. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിന്ന് ചെന്ന മസാലയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നല്ല ഇങ്ങനെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചെന്ന മസാലയാണ് ഞാൻ അപ്പത്തിനും നൂലപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചെന്ന മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടി ചതച്ച് വെച്ചതാട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ കറിവേപ്പില വേണം, പിന്നെ പച്ചമുളക് 2 പച്ചമുളക് ഞാൻ നടുകീറി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വെള്ളക്കടലയാണ്. അപ്പോൾ അതെടുത്തൊന്ന് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ കടല നന്നായി കഴുകി ഞാൻ കുക്കറിൽ മാറ്റിയിട്ടുണ്ട്. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലയാട്ടോ. അത് മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കടല അങ്ങനെ മുങ്ങിക്കെടുക്കാനുള്ള വിധത്തിലുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതൊന്ന് ഇനി വേവിച്ചെടുക്കുക. നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് എത്ര വിസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വേവണം കേട്ടോ. കടല നല്ല ഇങ്ങനെ വെന്ത് വരണം കടല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കടല വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട്, ഈ കടല ഒന്ന് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവില്ല. അതേപോലെ എന്ന് വെച്ചാൽ ഇട്ട് ഇളക്കി എങ്ങനെയായാലും ഇളക്കിയാലും ഇത് ഇതാവില്ല, എന്നാലും നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ. ഞാൻ കടല വേവിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യണത്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ട് നന്നായി ചൂടാവണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കാം. മസാല പട്ട, ഏലക്കായ, കരയാമ്പൂട്ട്, ഈ 3 ഇടണത് ഇപ്പം ഞാൻ. പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് ആദ്യം പൊടികൾ ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് സവാള ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 തൊട്ട് 2 വരെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഞാൻ 1.5 ഗ്ലാസ് കടലയാണ് എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് കടലയുടെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടി ഒന്നുമല്ല, സാദാ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. പിന്നെ ഒരു നുള്ള് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിയണ കാരണമാണ് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തീ സിമ്മിലിട്ടതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മൂത്തിൻ്റെ പച്ചക്കുത്ത് പോകണം കേട്ടോ. ഞാനിവിടെ സവാള കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് നന്നായി എങ്ങനെ ഇരിഞ്ഞാലും കുഴപ്പമില്ല. ഇത് നമ്മളൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇരിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്. രാവിലെ ഇപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട സമയമായി തുടങ്ങി. അപ്പോൾ അപ്പത്തിന് കഴിക്കാൻ വേണ്ടിയുള്ള കറിയാണ്. അപ്പോൾ വേഗം ആവാൻ വേണ്ടി രാവിലെ ഇതിന് നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം എടുക്കില്ല. അപ്പോൾ അത് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊന്ന് ഇതിലേക്ക് ഇനി ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക കേട്ടോ. സവാള നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ തക്കാളി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വേവും. തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടങ്ങനെ വെളിച്ചെണ്ണ പുറത്തേക്ക് തെളിയും. പിന്നെ തക്കാളി ഇടയ്ക്കൊന്ന് തുറന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാം, ചൂടാറാൻ വേണ്ടി. അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് മാറ്റട്ടെ, മൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, ഒന്ന് മാറ്റട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു കാര്യം ഇട്ടുപോയി, കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചെടുക്കാം. അതേ പാനിലേക്ക് തന്നെ ഞാൻ അരച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് നന്നായി തിളക്കിയിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ആദ്യം ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ തെളിയാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അപ്പോൾ അത് നന്നായി തിളച്ചിങ്ങനെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഒന്ന് വെളിച്ചെണ്ണ തെളിയുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. വല്ല പച്ചക്കുത്ത് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി ഇങ്ങനെ തിളച്ച് വന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ. അതിന് ശേഷം ഇത്തിരി വെള്ളത്തോട് കൂടി, മീൻസ് ഭയങ്കര എന്നല്ല, എന്നാലും നമുക്ക് ചാറെടുക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് തിളക്കും കേട്ടോ. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മധുരം വന്ന രസമാണ് ഇതിന് കുറച്ച് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ലാസ്റ്റ് നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് നമ്മുടെ കറിക്ക്. ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു രീതി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ചൂടാറി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ്, നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയല്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. നല്ല ഇങ്ങനെ ഇപ്പം തന്നെ ഇങ്ങനെ ഒരു കുറുകി ഉള്ള ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും നമ്മുടെ കറി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.